അജ്ഞാതമായ അത്ഭുത പ്രതിഭാസങ്ങളുടെ ഒരു മഹാസാഗരമാണ് നമ്മുടെ പ്രപഞ്ചം. ഓരോ പുതിയ പ്രതിഭാസങ്ങളെ കണ്ടെത്തുമ്പോഴും പലപ്പോഴും അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത പ്രഹേളികയായിരിക്കും. അത്തരത്തിലൊരു നിഗൂഢ പ്രതിഭാസം ഇപ്പോൾ ജ്യോതിശാസ്ത്രജ്ഞർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. നക്ഷത്രങ്ങൾ അവയുടെ നിലനിൽപ്പിന്റെ യാതൊരു അവശേഷിപ്പുകളും ബാക്കി വയ്ക്കാതെ മണിക്കൂറുകൾക്കുള്ളിൽ പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നതാണ് ആ വിചിത്ര പ്രതിഭാസം. ആകാശത്തിൽ തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ മാറ്റമില്ലാതെ എന്നേക്കുമായി സ്ഥിരതയോടെ നിലനിൽക്കുന്ന വസ്തുക്കളായിട്ടാണ് പണ്ട് മുതലേ നമ്മൾ കണക്കാക്കുന്നത്. കാരണം പെട്ടെന്നൊരു ദിവസം കൊണ്ട് നശിക്കുന്ന വസ്തുക്കളല്ല നക്ഷത്രങ്ങൾ. വൻ വിസ്ഫോടനങ്ങളിലൂടെയും മറ്റ് പ്രതിഭാസങ്ങളിലൂടെയുമൊക്കെ അവ നശിക്കുമെങ്കിലും അതൊക്കെ പല മാസങ്ങൾ മുതൽ വർഷങ്ങളോളം കാലങ്ങളുടെ സമയമെടുത്ത് വളരെ സാവകാശം സംഭവിക്കുന്ന പ്രക്രിയകളാണ്. അതുമാത്രമല്ല, അവ നശിച്ചാലും അവയുടെ എന്തെങ്കിലും അവശേഷിപ്പുകൾ ബാക്കിയുണ്ടായിരിക്കും. അതിനാൽ തന്നെ യാതൊരു അവശേഷിപ്പുകളും ബാക്കി വയ്ക്കാതെ നക്ഷത്രങ്ങൾ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നുവെന്ന വാർത്ത, അതും മണിക്കൂറുകൾക്കുള്ളിൽ കാണാതാകുന്നു എന്ന വസ്തുത ജ്യോതിശാസ്ത്രജ്ഞരെ മുഴുവൻ ഒരുപോലെ ആശ്ചര്യപ്പെടുത്തുന്ന ഒരു വിരോധാഭാസമാണ്. എന്തായിരിക്കും ഈ പ്രഹേളികയ്ക്ക് പിന്നിലെ കാരണം? യാതൊരു അവശേഷിപ്പുകളും ബാക്കി വയ്ക്കാതെ എങ്ങനെയാണ് ക്ഷിപ്രനേരം കൊണ്ട് നക്ഷത്രങ്ങളെല്ലാം പൂർണ്ണമായും അപ്രത്യക്ഷമാകുന്നത്? ഇതിന് പിന്നിൽ ഒരുപക്ഷെ അന്യഗ്രഹ ജീവികളായിരിക്കുമോ? നമുക്ക് നോക്കാം. യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നേവൽ ഒബ്സർവേറ്ററിയിൽ നിന്നുമാണ് നക്ഷത്രങ്ങളുടെ തിരോധാനത്തിന്റെ കഥ തുടങ്ങുന്നത്. യുഎസിലെ ഏറ്റവും പഴക്കം ചെന്ന ഒബ്സർവേറ്ററികളിൽ ഒന്നാണ് USNO. 1830 ഇത് സ്ഥാപിതമായത്. ഇത് ശരിക്കും ഒരു മിലിറ്ററി ഫെസിലിറ്റിയാണ്. ഇവിടെയാണ് യുഎസിന്റെ വൈസ് പ്രസിഡന്റ് താമസിക്കുന്നത്. USNOയിലൂടെ നിരവധി ശാസ്ത്ര ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ആകാശത്തിനെ സമഗ്രമായി സ്കാൻ ചെയ്ത് നക്ഷത്രങ്ങളുടെ സ്ഥാനങ്ങളെല്ലാം കൃത്യമായി ട്രാക്ക് ചെയ്യുക എന്നതാണ് USNOയുടെ ഒരു പ്രധാന ദൗത്യം. കഴിഞ്ഞ ഏകദേശം 2 നൂറ്റാണ്ടുകളായി USNO ബഹിരാകാശത്തിന്റെ ഡേറ്റ ശേഖരിക്കുന്നുണ്ട്. എന്നാൽ 1950കളിൽ ആകാശത്തിന്റെ വലിയ ഭാഗങ്ങളെ USNO സ്കാൻ ചെയ്യാൻ തുടങ്ങിയിരുന്നു. ആ കാലഘട്ടത്തിലെ നക്ഷത്രങ്ങളുടെ ഡാറ്റ എടുത്തു നോക്കിയപ്പോൾ അതിൽ കണ്ട ചില നക്ഷത്രങ്ങളെ ഇന്ന് നമ്മുടെ ടെലിസ്കോപ്പുകളിൽ കാണാൻ കഴിയുന്നില്ല. അതായത് ആ നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നു. ഇത് ശാസ്ത്രജ്ഞർക്ക് വലിയൊരു വിരോധാഭാസമായിട്ട് തോന്നി. അതിനാൽ ഈ വിചിത്ര പ്രതിഭാസത്തിനെ കുറിച്ച് മനസ്സിലാക്കാൻ ഇപ്പോൾ പുതിയൊരു റിസർച്ച് പ്രോജക്റ്റ് തന്നെ USNO തുടങ്ങിയിരിക്കുകയാണ്. അതാണ് വാസ്കോ. അങ്ങനെ എത്ര നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമായിരിക്കുന്നുവെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി അവർ USNOയുടെ പണ്ടത്തെ ഡാറ്റയും ഇപ്പോഴത്തെ പുതിയ ഒബ്സർവേറ്ററികളിൽ നിന്നുമുള്ള ഡാറ്റയും തമ്മിൽ താരതമ്യം ചെയ്ത് നോക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഒരു അതിശയകരമായ കാര്യം അവർക്ക് മനസ്സിലായത്. എന്താണെന്നാൽ, പണ്ട് നമ്മൾ കണ്ടിട്ടുള്ള ആയിരക്കണക്കിന് നക്ഷത്രങ്ങൾ ഇന്ന് നിലനിൽക്കുന്നില്ല. കൃത്യമായി പറഞ്ഞാൽ 1950കളിലും 60കളിലും കണ്ട നിരവധി നക്ഷത്രങ്ങൾ ഇന്ന് പൂർണ്ണമായും അപ്രത്യക്ഷമായിരിക്കുന്നു. കഴിഞ്ഞ മാസം, അതായത് 2023 ഒക്ടോബറിൽ 1952 പകർത്തിയ 2 ചിത്രങ്ങൾ ഒരു റിസർച്ച് പേപ്പറായിട്ട് USNO പുറത്തുവിട്ടിരുന്നു. ഇതിൽ ഇടതുവശത്തിലെ ചിത്രത്തിൽ കാണുന്ന 3 നക്ഷത്രങ്ങളെ വലതുവശത്തിലെ ചിത്രത്തിൽ കാണുന്നില്ല. അതിലേറെ അത്ഭുതം എന്താണെന്നാൽ, ആദ്യത്തെ ചിത്രം പകർത്തി വെറും 1 മണിക്കൂർ പോലും ആകുന്നതിന് മുന്നേയാണ് രണ്ടാമത്തെ ചിത്രം പകർത്തിയത്. അപ്പോൾ വെറും 1 മണിക്കൂറിനുള്ളിൽ ഈ 3 നക്ഷത്രങ്ങൾക്കും എന്താണ് സംഭവിച്ചത്? ഇപ്പോഴത്തെ പുതിയ ഒബ്സർവേറ്ററുകളിലൂടെ നോക്കിയപ്പോൾ ഇങ്ങനൊരു നക്ഷത്രം അവിടെ നിലനിന്നിരുന്നതിന്റെ ഒരു അടയാളം പോലും അവിടെയില്ല. ഈ നക്ഷത്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു? നിലവിൽ ഈ നക്ഷത്രങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്ന് ഒരു കൃത്യമായ ഉത്തരം നമുക്കില്ല. എങ്കിലും നിരവധി സിദ്ധാന്തങ്ങളും സംശയങ്ങളുമുണ്ട്. ഒരുപക്ഷെ ഇത് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എഫക്റ്റിന്റെ അനന്തരഫലമായിരിക്കുമെന്നതാണ് ഒന്നാമത്തെ ആശയം. ശക്തമായ ഗ്രാവിറ്റിയുള്ള വസ്തുക്കൾക്ക് ചുറ്റും പ്രകാശം വളഞ്ഞു വരുന്ന എഫക്റ്റാണ് ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എഫക്റ്റ്. പിന്നിലുള്ള വസ്തുവിന്റെ പ്രകാശം പല വശങ്ങളിലൂടെയും വളഞ്ഞു വരുന്നതിനാൽ അത് ഒന്നിലധികം വസ്തുക്കളായിട്ട് മുന്നിൽ നിന്ന് കാണുമ്പോൾ തോന്നും. ഒരുപക്ഷെ ഇങ്ങനെയായിരിക്കും ഈ ചിത്രത്തിൽ 3 നക്ഷത്രങ്ങൾ നിൽക്കുന്നതായിട്ട് നമ്മൾ കാണുന്നത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഇന്ന് നോക്കുമ്പോൾ ഈ നക്ഷത്രത്തിനെ കാണാൻ സാധിക്കാത്തത് എന്തുകൊണ്ടാണെന്ന ചോദ്യം വരും. അതിനൊരുത്തരമാണ് ന്യൂട്രോൺ നക്ഷത്രങ്ങൾ. മാഗ്നറ്റേഴ്സും പൾസാഴ്സും പോലെയുള്ള ന്യൂട്രോൺ നക്ഷത്രങ്ങൾ അതിതീവ്രമായ ബഹിരാകാശ വസ്തുക്കളാണ്. ഇവയുടെ ധ്രുവങ്ങളിൽ നിന്നും ശക്തമായ റേഡിയേഷൻ വമിച്ചുകൊണ്ടിരിക്കും. ധ്രുവങ്ങൾ ഭൂമിക്ക് നേർക്കാണെങ്കിൽ ഈ റേഡിയേഷനെ നമുക്ക് കാണാൻ കഴിയും. പക്ഷേ ന്യൂട്രോൺ നക്ഷത്രങ്ങൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നവയാണ്. അതിനാൽ ഈ റേഡിയേഷനെ കൃത്യമായ ഇടവേളകളിൽ വരുന്നതായിട്ട്, അഥവാ പൾസേറ്റ് ചെയ്യുന്നതായിട്ടായിരിക്കും നമ്മൾ കാണുന്നത്. എന്തായാലും ഇതുപോലൊരു ന്യൂട്രോൺ നക്ഷത്രത്തിൽ നിന്നും വന്ന റേഡിയേഷനിൽ അതിനു മുന്നിലുണ്ടായിരുന്ന ഒരു ചെറിയ ബ്ലാക്ക് ഹോൾ കാരണം ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് എഫക്റ്റ് ഉണ്ടായി കാണും.
അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ 3 നക്ഷത്രങ്ങളായിട്ട് കാണുന്നത്. മണിക്കൂറുകളുടെ ഇടവേളകളിലായിരിക്കും ഈ ന്യൂട്രോൺ നക്ഷത്രം ചിലപ്പോൾ പൾസേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും 1 മണിക്കൂറിന് ശേഷം പകർത്തിയ ചിത്രത്തിൽ ഈ നക്ഷത്രങ്ങളെ കാണാൻ കഴിയാത്തത്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ നമുക്കിതിനെ കാണാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ്? ന്യൂട്രോൺ നക്ഷത്രങ്ങൾ കറങ്ങുന്ന ആംഗിൾ വളരെ വേഗം മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ അതിന്റെ ആംഗിൾ മാറിയത് കാരണം ഇതിന്റെ ധ്രുവങ്ങളിൽ നിന്നുമുള്ള റേഡിയേഷൻ ചിലപ്പോൾ ഇന്ന് ഭൂമിക്ക് നേരെ വരുന്നുണ്ടായിരിക്കില്ല. അതുകൊണ്ടായിരിക്കും ഇന്ന് നമുക്കിതിനെ കാണാൻ കഴിയാത്തത്. ഈ ചിത്രത്തിന് പിന്നിൽ നമുക്ക് നൽകാൻ കഴിയുന്ന വളരെ നല്ലൊരു വിവരണമാണിത്. എന്നിരുന്നാലും ഈ പറഞ്ഞതെല്ലാം ഒരുമിച്ച് സംഭവിക്കാൻ, അതായത് ന്യൂട്രോൺ നക്ഷത്രത്തിന്റെ റേഡിയേഷൻ വരാനും അതിന്റെ മുന്നിൽ ഒരു ബ്ലാക്ക് ഹോൾ ഉണ്ടായിരിക്കാനും പിന്നീട് അതിന്റെ ആംഗിൾ മാറാനും അങ്ങനെ എല്ലാം ഒരുമിച്ച് സംഭവിക്കാനുള്ള സാധ്യത തീരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇത് അത്രത്തോളം പ്രായോഗികമായ എക്സ്പ്ലനേഷൻ അല്ല. രണ്ടാമത്തെ ആശയം എന്നത് ഒരുപക്ഷെ ഇത് നമ്മുടെ സൗരയൂഥത്തിൽ തന്നെയുള്ള വസ്തുക്കളായിരിക്കാം. നമ്മൾ ഒബ്സർവ് ചെയ്ത സമയത്തിൽ സൂര്യപ്രകാശത്തിന്റെ റിഫ്ലക്ഷൻ കാരണമായിരിക്കും ഇവ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങി നിൽക്കുന്നതായിട്ട് കാണപ്പെടുന്നത്. മൂന്നാമത്തെ ആശയം എന്താണെന്നാൽ ഒരുപക്ഷെ ഇത് 3ഉം പരസ്പരം ഏകദേശം സമീപത്ത് നിന്ന ബഹിരാകാശ വസ്തുക്കളായിരിക്കും. അത് ചിലപ്പോൾ റോക്ക് പ്ലാനറ്റ്സും ബ്രൗൺ ഡ്വാർഫുകളും പോലെയുള്ള ചെറിയ വസ്തുക്കളായിരുന്നിരിക്കാം. ഈ വസ്തുക്കളെല്ലാം സ്വാഭാവികമായി തീരെ മങ്ങിയവയാണ്. ഇവയുടെ സമീപത്തിൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ഊർജ പ്രവാഹമോ അല്ലെങ്കിൽ അതിനു സമാനമായ മറ്റെന്തെങ്കിലും പ്രതിഭാസമോ ഉണ്ടായപ്പോൾ അതിൽ നിന്നും വന്ന പ്രകാശത്തിനെ പ്രതിഫലിപ്പിക്കുന്നതിനാലായിരിക്കും ഇവ നക്ഷത്രങ്ങളെ പോലെ തിളങ്ങി നിന്നത്. എന്തായാലും ഈ സിദ്ധാന്തങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഇതെല്ലാം ഈ ഒരൊറ്റ ചിത്രത്തിനെ വിശദീകരിക്കാനാണ്. എന്നാൽ ഇതിനു പുറമെ വേറെയും നിരവധി ചിത്രങ്ങളുണ്ട്. ഓർക്കുക, ഇതുപോലെ നമ്മൾ കണ്ടിട്ടുള്ള ആയിരക്കണക്കിന് നക്ഷത്രങ്ങളാണ് പിന്നീട് അപ്രത്യക്ഷമായിരിക്കുന്നത്. ഒരുപക്ഷെ ഇങ്ങനെ നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമാകുന്നത് സ്റ്റെല്ലാർ ഫ്ലെയർസ് കാരണമായിരിക്കാമെന്ന സംശയമുണ്ട്. നക്ഷത്രങ്ങളിൽ നിന്നും പെട്ടെന്നുണ്ടാകുന്ന വൻതോതിലുള്ള ഊർജ പ്രവാഹങ്ങളാണ് സ്റ്റെല്ലാർ ഫ്ലെയർസ്. ഈ സ്റ്റെല്ലാർ ഫ്ലെയർസ് വളരെ ബ്രൈറ്റ് ആയിരിക്കും. ഒരിക്കൽ ഒബ്സർവ് ചെയ്യുന്ന സമയത്തിൽ നക്ഷത്രങ്ങളായിട്ട് കാണുന്നത് ചിലപ്പോൾ സ്റ്റെല്ലാർ ഫ്ലെയർസ് ആയിരിക്കാം. ഈ നക്ഷത്രങ്ങൾ തീരെ മങ്ങിയ നക്ഷത്രങ്ങളായതിനാൽ പിന്നീട് അവയെ നോക്കുമ്പോൾ കാണാൻ കഴിയാത്തതുമായിരിക്കാം. പക്ഷെ ഇങ്ങനെ ചിന്തിക്കുന്നതിലും ഒരു പ്രശ്നമുണ്ട്. എന്തെന്നാൽ ഏറ്റവും മങ്ങിയ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളെ പോലും നമ്മുടെ ഒബ്സർവേറ്ററികൾക്ക് കാണാൻ കഴിയുന്നുണ്ട്. എന്തിനേറെ പറയുന്നു, നക്ഷത്രങ്ങൾ പോലും അല്ലാത്ത ബ്രൗൺ ഡ്വാർഫുകളെ വരെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ ഫ്ലെയേഴ്സ് സംഭവിച്ചു എന്ന് പറയപ്പെടുന്ന നക്ഷത്രങ്ങളെ അതിന് എത്ര മങ്ങിയ നക്ഷത്രങ്ങളായിരുന്നാലും പിന്നീട് നമുക്ക് അവയെ കാണാതിരിക്കാൻ യാതൊരു സാധ്യതയുമില്ല. അതുകൊണ്ട് സ്റ്റെല്ലാർ ഫ്ലെയേഴ്സും നക്ഷത്രങ്ങളുടെ തിരോധാനത്തിന് കാരണമാകാനുള്ള സാധ്യത തീരെ കുറവാണ്. മറ്റൊരു സാധ്യത എന്നത് ഇവ ചിലപ്പോൾ റോക്ക് സ്റ്റാർസ് ആയിരിക്കാം. അതായത് കൃത്യമായ ഒരു സ്ഥാനമില്ലാതെ ബഹിരാകാശത്തിലൂടെ അലഞ്ഞു നടക്കുന്ന നക്ഷത്രങ്ങൾ. ഇവ സ്വന്തം നക്ഷത്ര വ്യൂഹങ്ങളിൽ നിന്നും പല കാരണങ്ങളാൽ തൂക്കി എറിയപ്പെട്ടവയായിരിക്കും. പക്ഷെ ഈ ആശയവും കൃത്യമായ എക്സ്പ്ലനേഷൻ അല്ല. കാരണം റോക്ക് സ്റ്റാർസ് ആണെങ്കിലും അവയെ പിന്നീട് നോക്കുമ്പോൾ ആദ്യം കണ്ട സ്ഥലത്തിന് സമീപത്തിൽ എവിടെയെങ്കിലും കാണേണ്ടതാണ്. പക്ഷെ അങ്ങനെ സമീപത്തിൽ ഒരിടത്തും ഇവയെ കാണുന്നില്ല. അതായത് ഇവ നിന്ന നിൽപ്പിൽ അപ്രത്യക്ഷമായതുപോലെ. ഇനി ഒരുപക്ഷെ ഒബ്സർവേറ്ററുകളുടെ കമ്പ്യൂട്ടറുകളിലുണ്ടായ എന്തെങ്കിലും എറേസ് കാരണം സംഭവിച്ചതായിരിക്കുമോ എന്ന് സംശയിക്കാനും കഴിയില്ല. കാരണം 1-2 നക്ഷത്രങ്ങളുടെ കാര്യത്തിൽ ചിലപ്പോൾ യാദൃശ്ചികമായിട്ട് എറേഴ്സ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ആയിരക്കണക്കിന് നക്ഷത്രങ്ങളുടെ കാര്യത്തിൽ ആ സാധ്യത തീരെ കുറവാണ്. ചിലപ്പോൾ USNOയുടെ കാര്യത്തിൽ എറേഴ്സ് സംഭവിച്ചാലും അതിന്റെ ഡാറ്റ താരതമ്യപ്പെടുത്തി നോക്കാൻ ഉപയോഗിച്ച പുതിയ ഒബ്സർവേറ്ററുകളിൽ ഇത്രയും വലിയ എറേഴ്സ് സംഭവിക്കാൻ എന്തായാലും യാതൊരു സാധ്യതയുമില്ല. ഹവായിലെ ഹലേക്കല ഒബ്സർവേറ്ററിയിൽ നിന്നും ശേഖരിച്ച ഡാറ്റയുമായിട്ടാണ് USNOയുടെ ഡാറ്റ താരതമ്യം ചെയ്ത് നോക്കിയത്. ഈ ഒബ്സർവേറ്ററി വളരെ കൃത്യമായ ഡാറ്റ നൽകുന്ന ഒരു ഒബ്സർവേറ്ററിയാണ്. 1-2 നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമായാൽ ഒരുപക്ഷെ ഇതുവരെ പറഞ്ഞ ആശയങ്ങളിലൂടെ ഒരു പരിധിവരെയെങ്കിലും നമുക്കിതിനെ വിശദീകരിക്കാനാകും. എന്നാൽ ഒരു ചിത്രത്തിൽ നിന്നും 2-3 നക്ഷത്രങ്ങളല്ല 9 നക്ഷത്രങ്ങളാണ് യാതൊരു അവശേഷിപ്പുകളും ഇല്ലാതെ അപ്രത്യക്ഷമായിരിക്കുന്നത്. നേരത്തെ പറഞ്ഞ ഒരു സിദ്ധാന്തങ്ങളും ഇവിടെ നമുക്ക് പ്രയോഗിക്കാനാകില്ല. ഒരുപക്ഷെ ഗ്രാവിറ്റേഷണൽ ലെൻസിംഗ് ആയിരിക്കുമെന്ന് കരുതാമായിരുന്നു. പക്ഷെ ഇതിലെ എല്ലാ നക്ഷത്രങ്ങളുടെയും നിറങ്ങളും ആകൃതികളും ഒക്കെ വ്യത്യസ്തമാണ്. അതായത് ഇതെല്ലാം ഒരേ വസ്തു അല്ല എന്നത് തീർച്ചയാണ്. അപ്പോൾ പിന്നെ എന്തായിരിക്കും ഇതിന് പിന്നിലെ കാരണമെന്ന് ചിന്തിച്ചപ്പോഴാണ് ശാസ്ത്രജ്ഞർക്ക് മറ്റൊരു സംശയം തോന്നിയത്. എന്താണെന്നാൽ ഈ ചിത്രങ്ങളെല്ലാം 1950കളിലും 60കളിലും പകർത്തിയവയാണ്. ആ കാലത്തിൽ ഇതെല്ലാം നക്ഷത്രങ്ങൾ തന്നെയാണോ എന്ന് സ്ഥിരീകരിക്കാൻ ഇന്നത്തെ പോലെ വളരെ അഡ്വാൻസ്ഡ് ആയ ടെക്നോളജികൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതായത് അന്ന് ഇതിനെയൊക്കെ നക്ഷത്രങ്ങളായിട്ട് പരിഗണിച്ചിരുന്നെങ്കിലും ഇവ നക്ഷത്രങ്ങൾ തന്നെയാണോ എന്നത് വലിയൊരു സംശയമാണ്.
കാരണം 1945 ലോകത്തിലെ ആദ്യത്തെ ന്യൂക്ലിയർ ബോംബ് പരീക്ഷണം നടത്തിയത്, അതായത് ട്രിനിറ്റി ടെസ്റ്റ്. ആ ടെസ്റ്റിൽ നിന്നും വമിച്ച റേഡിയേഷൻ പാർട്ടിക്കിൾസ് ഒരുപക്ഷെ USNO ഒബ്സർവേറ്ററിയുടെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സിനെ ബാധിച്ചിരുന്നിരിക്കാം. പണ്ട് കാലത്തിൽ ഫോട്ടോസ് പകർത്താൻ ഉപയോഗിച്ചിരുന്ന ഒരുതരം ലൈറ്റ് സെൻസിറ്റീവായ പ്ലേറ്റ്സ് ആണ് ഫോട്ടോഗ്രാഫിക് പ്ലേറ്റ്സ്. ഈ പ്ലേറ്റ്സിൽ റേഡിയേഷൻ പാർട്ടിക്കിൾസ് വന്ന് പതിക്കുമ്പോൾ അത് ചിത്രത്തിൽ ചെറിയൊരു പുള്ളി പോലെ പതിയും. അത് കാണുമ്പോൾ നക്ഷത്രങ്ങളാണെന്ന് നമ്മൾ കരുതും. ശരിക്കും ഇങ്ങനൊരു സംഭവം പണ്ടുണ്ടായിട്ടുണ്ട്. അമേരിക്കയിലെ ഒരു പ്രശസ്തമായ ഫോട്ടോഗ്രാഫിക് കമ്പനിയാണ് കോഡാക്. 1950കളിൽ അവരുടെ ചില എക്സ്റേ ഫിലിം പ്ലേറ്റുകളിൽ പുള്ളിപ്പുള്ളികളായിട്ട് കേടുപാടുകൾ വരുന്നുണ്ടെന്ന പരാതിയുമായി നിരവധി കസ്റ്റമേഴ്സ് മുന്നോട്ട് വന്നു. ഇതെങ്ങനെ സംഭവിക്കുന്നു എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ആ സമയത്തിൽ ജൂലിയൻ വെബ് എന്നൊരു ഭൗതിക ശാസ്ത്രജ്ഞൻ സ്വയം തുനിഞ്ഞിറങ്ങി. റേഡിയോ ആക്റ്റീവായ പാർട്ടിക്കിൾസ് കാരണം മാത്രമേ ഈ പ്രശ്നമുണ്ടാവുകയുള്ളൂവെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അതുമാത്രമല്ല, അദ്ദേഹം ഈ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളെ പരിശോധിച്ചു നോക്കി. അപ്പോൾ അതിൽ കണ്ട റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ പ്രകൃതിയിൽ തന്നെ ഉണ്ടാകുന്നവയല്ലായിരുന്നു. റേഡിയം, യുറേനിയം, പൊട്ടാഷ്യം മുതലായ പദാർത്ഥങ്ങളാണ് പ്രകൃതിയിൽ ഉണ്ടാകുന്നത്. എന്നാൽ വെബ് പരിശോധിച്ചപ്പോൾ കണ്ടത് സ്ട്രോങ്ഷ്യവും സീസിയവുമായിരുന്നു. ഈ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ കൃത്രിമമായ മാർഗങ്ങളിലൂടെ മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ആരോ ന്യൂക്ലിയർ പരീക്ഷണങ്ങൾ നടത്തുന്നുണ്ടെന്ന കാര്യം അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് ട്രിനിറ്റി ടെസ്റ്റിന്റെ വിവരങ്ങൾ പബ്ലിക് ആക്കുന്നതിന് മുൻപ് തന്നെ അദ്ദേഹം അത് കണ്ടുപിടിച്ചു. എന്തായാലും ഇതിൽ ആശ്ചര്യപ്പെടുത്തുന്ന കാര്യം എന്താണെന്നാൽ ട്രിനിറ്റി ടെസ്റ്റ് നടന്ന സ്ഥലത്തിൽ നിന്നും ഏകദേശം 2000 കിലോമീറ്ററുകൾക്കകലെയാണ് ഈ കോഡാക് കമ്പനി സ്ഥിതി ചെയ്യുന്നത്. ഇത്രയും ദൂരം വരെ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ സഞ്ചരിച്ചിരുന്നു. ഇതുപോലെ ഒരുപക്ഷെ USNO ഒബ്സർവേറ്ററിയെയും ഈ റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങൾ ബാധിച്ചത് കാരണം അതിന്റെ ഫോട്ടോഗ്രാഫിക് പ്ലേറ്റുകളിൽ വീണ പുള്ളികളായിരിക്കും നമ്മൾ നക്ഷത്രങ്ങളായിട്ട് തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇത് ശരിക്കും വളരെ ലോജിക്കലായിട്ടുള്ളതും പ്രായോഗികവുമായ ഒരു എക്സ്പ്ലനേഷനാണ്. എങ്കിലും കൃത്യമായ തെളിവുകളില്ലാതെ ഇത് നമുക്ക് സ്ഥിരീകരിക്കാനാകില്ല. ഇത്രയും കാലങ്ങൾ കഴിഞ്ഞതിനാൽ അതിനെ സ്ഥിരീകരിക്കാൻ കഴിയുമോ എന്നതും സംശയമാണ്. ഏകദേശം 2.5 കോടി പ്രകാശവർഷങ്ങൾക്കകലെയുള്ള ഒരു ഗാലക്സിയാണ് NGC 6946. 2007 ഇതിനെ നിരീക്ഷിച്ചപ്പോൾ അതിലൊരു വലിയ നക്ഷത്രത്തിനെ ഹബിൾ സ്പേസ് ടെലിസ്കോപ്പ് കണ്ടിരുന്നു. സൂര്യന്റെ 25 മടങ്ങ് മാസുള്ള ഒരു ഭീമൻ നക്ഷത്രമായിരുന്നു അത്. മാസ് മാത്രമല്ല, സൂര്യന്റെ 10 ലക്ഷം മടങ്ങ് പ്രകാശ തീവ്രതയും ഉണ്ടായിരുന്നു. സമീപകാലത്തിൽ തന്നെ ഇതിന് സൂപ്പർനോവ സംഭവിക്കുമെന്നും പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ 2015 ഇതിനെ നിരീക്ഷിച്ചപ്പോൾ ഇതിനെ കാണുന്നില്ല. സൂപ്പർനോവയുമില്ല, നക്ഷത്രവുമില്ല, ഒന്നുമില്ല. ആട് കിടന്നിടത്ത് പൂട പോലുമില്ല എന്ന് പറയുന്നത് പോലെ. ശാസ്ത്രജ്ഞർക്കെല്ലാം ഇത് വളരെ വലിയൊരു അതിശയമായിരുന്നു. എങ്കിലും പിന്നീടുള്ള നിരീക്ഷണത്തിൽ ഇതിനെ ഇൻഫ്രാറെഡ് ഫ്രീക്വൻസിയിൽ കാണാൻ കഴിഞ്ഞു. പക്ഷെ ഇത്രയും അകലെയായതിനാൽ ഇതിപ്പോഴും നക്ഷത്രമായിട്ട് തന്നെയാണോ നിലനിൽക്കുന്നതെന്ന് കൃത്യമായിട്ട് അറിയില്ല. ഒരുപക്ഷെ സൂപ്പർനോവയിലൂടെ പൊട്ടിത്തെറിക്കുന്നതിന് പകരം നേരിട്ട് ബ്ലാക്ക് ഹോളായി മാറിയതായിരിക്കുമെന്നാണ് നിലവിൽ കൂടുതൽ പേരും അംഗീകരിക്കുന്ന നിഗമനം. അതിൽ നിന്നും പുറന്തള്ളപ്പെട്ട ഊർജമായിരിക്കും ഇപ്പോൾ ഇൻഫ്രാറെഡ് ഫ്രീക്വൻസിയിൽ നമ്മൾ കാണുന്നത്. ഫെയിൽഡ് സൂപ്പർനോവ എന്നാണ് ഇത്തരം പ്രതിഭാസങ്ങൾക്ക് നിലവിൽ പറയുന്നത്. ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമാകുന്നതെന്ന സംശയവുമുണ്ട്. പക്ഷെ ഇതൊരു സംശയം മാത്രമാണ്. ഇതുവരേക്കും ഒരു ഫെയിൽഡ് സൂപ്പർനോവയെ പോലും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല. അങ്ങനെ സംഭവിക്കുമോ എന്ന് പോലും അറിയില്ല. എന്നിരുന്നാലും ഇതും ഒരു വലിയ സാധ്യതയാണ്. ഈ പറഞ്ഞ സാധ്യതകൾക്ക് പുറമെ ഒരുപക്ഷെ നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമാകുന്നതിന് പിന്നിൽ അന്യഗ്രഹ ജീവികളായിരിക്കുമോ എന്ന സംശയവുമുണ്ട്. അതായത് ഒരു ടൈപ്പ് 2 തലത്തിൽ പുരോഗമിച്ച അന്യഗ്രഹ ജീവി സമൂഹത്തിന് നക്ഷത്രങ്ങളുടെ ഊർജം മുഴുവൻ ശേഖരിക്കാൻ കഴിയുന്ന ടെക്നോളജി ഉണ്ടായിരിക്കും. അതായത് ഡൈസൺ സ്ഫിയർ. ഇങ്ങനെ ഏലിയൻസ് ഊർജം എടുക്കുന്നതിനാലായിരിക്കും നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിൽ നിന്നും അപ്രത്യക്ഷമാകുന്നത്. പക്ഷെ ഇത് വെറും ഒരു സാങ്കല്പിക സിദ്ധാന്തം മാത്രമാണ്. നക്ഷത്രങ്ങൾ അപ്രത്യക്ഷമാകുന്നതിന് പിന്നിൽ എന്തായിരിക്കും കാരണമായിട്ട് നിങ്ങൾക്ക് തോന്നുന്നത്? കമന്റ് ബോക്സിലൂടെ അറിയിക്കൂ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണമെന്നും ഇതുപോലെ കൗതുകവും വിജ്ഞാനവും നിറഞ്ഞ കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഓർമ്മിപ്പിക്കുന്നു.